ഒരു അടിപൊളി ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കിയാലോ എന്നവാ. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ക്യാറ്റിൻ്റെ ഷേപ്പിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ ചെവി കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനനുസരിച്ച് മൊത്തത്തിൽ ഇതാ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാം. ഞാൻ ഈ ഒരു പിങ്ക് കളറാണ് കേട്ടോ അടിക്കുന്നത്. മൊത്തത്തിൽ അടിച്ചു കൊടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെക്കാം. ഇനി അതിനകത്ത് വെക്കാനുള്ള പ്ലാന്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കണ്ടിട്ടുള്ള പ്ലാന്റാണ്. ഞാനും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ള വേറൊരു പ്ലാന്റാണ് അതാ ഇരിക്കുന്നത് കണ്ടില്ലേ, ആ ഗോൾഡൻ കളർ പോട്ടിലിരിക്കുന്നത്. അത് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇനി അതൊരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ മൊത്തത്തിൽ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ഒന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ കളർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൂടെ മൊത്തം യെല്ലോ അടിച്ചു കൊടുത്തു. ഇതാ കണ്ടില്ലേ, അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതാ ഇതുപോലെ ഗ്രീൻ അടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ ലീഫും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കിതാ നമ്മൾ പെയിൻറ് ചെയ്ത ബോട്ടിൽ ഉണങ്ങിയിട്ടുണ്ട്. പൂച്ചയുടെ ചെവിയും കണ്ണും മൂക്കും മീശയൊക്കെ വരച്ച് കൊടുത്തു. ഇനി ഈ ചെടി അതിലേക്ക് ഇറക്കി വെക്കണം. അതിന് ഞാനിതാ മാസ്കിംഗ് ടൈപ്പ് ഇതുപോലെ ടേബിളിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാർഡ്ബോർഡ് റൗണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഈ പ്ലാന്റ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോട്ടിലേക്ക് ഇതാ ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഡെസ്ക് ഡെക്കോർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.